ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും ഒരു സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ തന്നെ കേക്കൊക്കെ എന്താണെന്നല്ലേ. അപ്പോൾ കേക്കിൻ്റെ വിശേഷം എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പുക്കുട്ടനാണ്, എൻ്റെ കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടൻ്റെ ബർത്ത്ഡേ സൂപ്പറായിട്ട് ആഘോഷിക്കാൻ വേണ്ടി മാഷാ അല്ലാ അവൻ നന്നായിട്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് എല്ലാ കുട്ടി പട്ടാളങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങളവിടെ. അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും അങ്ങനെ സൺഡേ ആയതിൻ്റെ ഒരു സന്തോഷവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അബീർ എന്ന് എഴുതിയ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ബേക്കേഴ്സ് എന്ന് പറയണ നമ്മുടെ ട്രിവാൻഡ്രത്ത് മാത്രമല്ല പലയിടങ്ങളിലും അവൈലബിൾ ആണ് ഓരോ ഷോറൂം. അങ്ങനെ അവിടെ ബൈ ഓൺ ഗെറ്റ് ഓൺ ഫ്രീ ആണ്. അപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചപ്പോൾ ഒരു കേക്ക് ഫ്രീ ഉണ്ട്. അത് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവൻ കേക്കൊക്കെ മുറിച്ച് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് അതിൻ്റെ ആഘോഷമാണ് കേട്ടോ. അപ്പം വലിയ തൊപ്പിയൊക്കെ വെച്ച് സെക്കൻഡ് കേക്കാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് കേക്കാകുമ്പോൾ ഓൾ ഫാമിലി വന്നു. അങ്ങനെ മുറിക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം പ്ലെയിൻ കേക്കാണ്, ചോക്ലേറ്റ്സൊക്കെ കൊക്കോ ആണ് കേട്ടോ അടുത്ത് വന്നത്. അപ്പോൾ മാഷാ അല്ലാ കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ ഹോൾ ഫാമിലീസ് എല്ലാവരും കൂടെ നിന്ന് അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞത് നമ്മുടെ ബാല്യകാലത്തുള്ള ഒരു എന്തുവാണ്, എനിക്ക് റെസ്റ്റോറൻറ്റിൻ്റെ പേര് മറന്നു കേട്ടോ. നല്ല സൂപ്പർ ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസാണ് കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ബാല്യകാലത്തൊന്നും അങ്ങനെ പോയിട്ടില്ല ഇങ്ങനെയുള്ളൊരു ഇതിൽ. അപ്പോൾ തന്നെ ആദ്യം തന്നെ ഫുഡ് ബൊഫയാണ് കേട്ടോ. ബൊഫയിൽ കുറച്ച് പ്ലെയിൻസ്, ചോറ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ കോളിഫ്ലവർ, അങ്ങനെ മീൻ കറി, ചിക്കൻ കറി, കുറുമക്കറി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ചിക്കൻ ചില്ലി, ചിക്കൻ കറി, മീൻ കറി, അങ്ങനെ ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് ഈ പായസം ഇരിക്കുന്നത്. പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവസാനമായപ്പം പായസം കുറച്ച് തണുത്തതുകൊണ്ട് ചൂടായിട്ട് ഞങ്ങൾക്ക് തന്നു കേട്ടോ. അപ്പം അങ്ങനെ പായസമൊക്കെ കഴിച്ച് ചോറൊക്കെ ഫസ്റ്റ് കഴിച്ചു. പിന്നെ പായസമൊക്കെ കുടിച്ചു കേട്ടോ. പായസമൊക്കെ കുടിച്ച് അങ്ങനെ അവൻ്റെ ബർത്ത്ഡേ ആഘോഷം അതിൻ്റെ വൈൻഡപ്പ് ചെയ്തു. അപ്പം അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. കഴിച്ചുകൊണ്ടൊക്കെ ഞങ്ങളിവിടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അവിടെ ഇരുന്നിട്ടുള്ള ഓരോ കുസൃതികളാണ് കാണുന്നത്. അവൻ ഓരോന്നിങ്ങനെ നോക്കിയാണ് കേട്ടോ. ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഓരോന്നാണ് ഇപ്പം കാണുന്നത്. ആ ഷൂവിൻ്റെ നമ്മളെ ഷൂ ക്ലീൻ ചെയ്യാനുള്ള ഒരു 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 മെഷീനാണ് കേട്ടോ. അപ്പം ഞാനും കണ്ടപ്പോൾ കൗതുകമായി. ഞാനും ടി വിയിലേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ചു. അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ചു. അവിടെയൊക്കെ നല്ല സൂപ്പർ ആംബിയൻസ് ആയിട്ട് ഇത്രയും പ്ലേസും ഇത്രയും നല്ല. അന്ന് ആണെങ്കിൽ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. എന്നാലും പറയട്ടെ, സൂപ്പറായിരുന്നു, സൂപ്പർ ആംബിയൻസ് ആയിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ വ്യൂ എടുത്തപ്പോൾ തന്നെ എനിക്ക് പാലസ് പോലെയാണ് എനിക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു ഇമാജിനേഷൻ വന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നല്ലൊരു ഗ്രീനറി എല്ലാം കൂടെയാണ്. അപ്പം മുട്ടായി വാങ്ങിക്കാനായിട്ട് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടി മുട്ടായി വാങ്ങിക്കാൻ വേണ്ടി ലുലു മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അക്ബർ ബേക്കറീസ് എന്ന് പറയുന്ന ഒരു നല്ല ഗൾഫ് ചോക്ലേറ്റ്സൊക്കെ കിട്ടുന്ന ഒരുപാട് ചോക്ലേറ്റ്സും അങ്ങനെയൊക്കെയുള്ള ഡേറ്റ്സും ഒക്കെ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന ഒരു ഐറ്റംസ് ഉള്ള കടയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങിച്ചു കേട്ടോ.